2022 ഡിസംബർ 18 ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയം. ലോക ഫുട്ബോളിന്റെ നെറുകയിലേക്ക് മിശിഹായും സംഘവും അവരോധിക്കപ്പെട്ട നിമിഷം. ഫുട്ബോളിലെ മിശിഹ പൂർണ്ണതയിലെത്തിയ ദിനം. പക്ഷേ ആ ദിവസം മെസ്സിക്ക് മാത്രം അവകാശപ്പെട്ടതെന്ന് പറയാനാവില്ല. ആരാധകരുടെ മനം കവർന്ന, മൈതാനത്ത് ഇന്ദ്രജാലം കാണിച്ച, മത്സരത്തിന്റെ അവസാന നിമിഷം വരെ ഫ്രാൻസിന് ജീവനേകിയ മറ്റൊരാളുണ്ടായിരുന്നു, കിലിയൻ എംബാപ്പെ. വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ആൽബി സെലസ്റ്റുകൾ തങ്ങളുടെ 3ാം വിശ്വകിരീടം ഉയർത്തുമ്പോൾ അയാൾ കലങ്ങി മറിഞ്ഞ കണ്ണുകളുമായി മൈതാനത്ത് മുട്ടുകുത്തിയിരുന്നു. സാക്ഷാൽ മെസ്സിപ്പടയെയും ആരാധകരെയും അവസാന നിമിഷം വരെ വിറപ്പിച്ചു നിർത്തിയത് എംബാപ്പയുടെ പോരാട്ട വീര്യമാണ്. സമയം അവസാനിക്കുന്നത് വരെ തോറ്റുകൊടുക്കാത്ത വീര്യം. 1998 ലോകകപ്പിൽ ഫ്രാൻസ് കിരീടം ചൂടിയതിൻ്റെ 6 മാസങ്ങൾക്ക് ശേഷമാണ് എംബാപ്പെ ജനിക്കുന്നത്. ഫുട്ബോൾ പരിശീലകനായ കാമറൂണുകാരൻ വിൽഫ്രഡിൻ്റെയും ഫൈസയുടെയും മകനായാണ് എംബാപ്പയുടെ ജനനം. സ്വാഭാവികമായും കുഞ്ഞു എംബാപ്പയുടെ കാലുകളിലേക്ക് പന്തെത്തിച്ചത് ഫുട്ബോൾ പരിശീലകനായ അച്ഛനായിരുന്നു. കൂട്ടുകാർക്കൊപ്പം കളിച്ചും സിനിമ കണ്ടും ആസ്വദിച്ച് നടക്കേണ്ട കാലത്ത് എംബാപ്പെ ഒരു തുകൽ പന്തിനോട് കൂട്ടുകൂടി. കുഞ്ഞു പ്രായത്തിലെ കൗതുകങ്ങളെല്ലാം ത്യജിച്ച് ഫുട്ബോൾ മാത്രം സ്വപ്നം കണ്ട് എംബാപ്പെ വളർന്നു. പാരീസിലെ കുഞ്ഞു വീട്ടിലെ ചുമരു മുഴുവൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ചിത്രം ഒട്ടിച്ചു വെച്ച ആ 10 വയസ്സുകാരൻ കാലങ്ങൾക്കിപ്പുറം ഒരു നാൾ തൻ്റെ ചിത്രവും ഇതുപോലെ ഒട്ടിച്ചു വെക്കണമെന്നും ആരാധിക്കപ്പെടണമെന്നും ആഗ്രഹിച്ചിരിക്കണം. 97 seconds between Mbappe's penalty and his ferocious volley. ഒരിക്കൽ കുഞ്ഞു എംബാപ്പയോട് ഒരു അധ്യാപകൻ ഇങ്ങനെ ചോദിച്ചു, നിനക്ക് പണക്കാരനാകണമെന്നല്ലേ ആഗ്രഹം? പക്ഷേ പെട്ടെന്ന് പണക്കാരനാവാൻ കഴിയില്ല. പണം ലഭിക്കണമെങ്കിൽ ആദ്യം പഠിക്കണം. അതുകൊണ്ട് നന്നായി പഠിക്കുക. ഉപദേശത്തിൽ യുക്തി ഉണ്ടായിരുന്നെങ്കിലും 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് പഠിക്കാൻ എംബാപ്പെ തയ്യാറായില്ല. അവൻ്റെ പഠനം മൈതാനത്തായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂളിലെ മറ്റ് അധ്യാപകർക്ക് അവനോട് മതിപ്പുണ്ടായില്ല. പക്ഷെ ഫുട്ബോൾ പരിശീലകർക്ക് അവനൊരു മാന്ത്രികനായിരുന്നു. ഒരു കാര്യം പറഞ്ഞാൽ പിന്നീട് ആവർത്തിക്കേണ്ടി വരില്ല. അപ്പോഴേക്കും അവൻ അത് പഠിച്ചെടുത്തിട്ടുണ്ടാകും. ഞാൻ പരിശീലിപ്പിച്ചവരിൽ ഏറ്റവും മികച്ച താരമാണ് എംബാപ്പെ. എൻ്റെ കരിയറിൽ ഞാൻ പരിശീലിപ്പിച്ച ഏറ്റവും മികച്ച താരവും അവൻ തന്നെയാകും. 6ാം വയസ്സിൽ എംബാപ്പയെ പരിശീലിപ്പിച്ച അന്റോണിയോ റിക്കാർഡി ഇങ്ങനെ പ്രവചിച്ചതും ചരിത്രം. 2018 റഷ്യൻ ലോകകപ്പിൽ ഫ്രാൻസിനെ ലോക കിരീടത്തിലേക്ക് എത്തിച്ചത് എംബാപ്പയായിരുന്നു. അന്ന് 19 വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച യുവതാരമായി തിരഞ്ഞെടുക്കപ്പെട്ടതും എംബാപ്പെ തന്നെ. എന്നാൽ എംബാപ്പയെ കാത്തിരുന്നത് സ്വപ്നതുല്യമായ മറ്റൊരു നേട്ടമായിരുന്നു. ലോകകപ്പ് ഫൈനലിൽ ഗോൾ നേടുന്ന കൗമാര താരമെന്ന റെക്കോർഡിൽ എംബാപ്പെ എത്തിയത് സാക്ഷാൽ പെലെക്കൊപ്പം. അന്ന് വിശ്വം കീഴടക്കിയ വിജയിയായി ഫ്രഞ്ച് പടയ്ക്കൊപ്പം ലോകകപ്പും കെട്ടിപ്പിടിച്ച് എംബാപ്പെ പുഞ്ചിരിച്ചു. റൊണാൾഡോയെ പോലെ തൻ്റെ ചിത്രവും ഫുട്ബോൾ ലോകം ആരാധിക്കണമെന്ന് സ്വപ്നം കണ്ട ആ 10 വയസ്സുകാരൻ്റെ ആഗ്രഹം അന്ന് യാഥാർത്ഥ്യമാവുകയായിരുന്നു. 4 വർഷങ്ങൾക്കിപ്പുറം ലോക കിരീടം നിലനിർത്താനുള്ള കലാശപ്പോരിൽ ഫ്രഞ്ച് പടയ്ക്കെതിരാളികൾ സാക്ഷാൽ മെസ്സിയുടെ അർജന്റീന. ആദ്യ 80 മിനിറ്റ് വരെ വിജയം ഏകപക്ഷീയമായി പോകുമെന്ന് തോന്നിച്ച വിരസമായ ആ മത്സരത്തിൻ്റെ ഗതി തന്നെ മാറ്റിയത് എംബാപ്പയായിരുന്നു. അന്നത്തെ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസിനെതിരെ മെസ്സിയും ഏഞ്ചൽ ഡി മരിയയും നേടിയ 2 ഗോളുകൾക്ക് അർജന്റീന മുന്നിട്ട് നിന്നു. മെസ്സിയും സംഘവും വിജയ കിരീടം അനായാസം സ്വന്തമാക്കുമെന്ന് ലോകമെമ്പാടുമുള്ള ആരാധകർ വിശ്വസിക്കുകയും ആശ്വസിക്കുകയും ചെയ്ത നിമിഷം. എന്നാൽ കളിയുടെ ഗതി തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരാൾ ഫ്രഞ്ച് പോർമുഖത്തുണ്ടായിരുന്നു. 97 സെക്കൻഡിനുള്ളിൽ ലോകമെമ്പാടുമുള്ള അർജന്റീന ആരാധകരുടെ ഹൃദയം കീറിപ്പിളർന്ന് 2 ഗോളുകൾ പിറന്നു. എമിലിയാനോ മാർട്ടിനസ് എന്ന വൻമതിലിനെ നേരിടാൻ നിൽക്കുമ്പോൾ ഒരു 23-കാരൻ പയ്യന്റെ പതർച്ചയോ പരിചയക്കുറവോ ഒന്നും തന്നെ എംബാപ്പയുടെ മുഖത്തുണ്ടായിരുന്നില്ല.
ലോകം കണ്ട ഏറ്റവും മികച്ച ഗോൾ കീപ്പറെ മറികടന്ന് അർജന്റീന വല കുലുക്കിയപ്പോൾ നീല പൊതിച്ചു നിന്ന ലുസൈൽ സ്റ്റേഡിയവും കോടിക്കണക്കിന് വരുന്ന ആരാധകരും അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരായി. എന്നാൽ അത് വെറും തുടക്കമായിരുന്നു. ആദ്യ ഗോളിന്റെ ഞെട്ടൽ മാറുന്നതിന് മുൻപ് 2 മിനിറ്റുകൾക്കുള്ളിൽ എംബാപ്പെ വീണ്ടും അർജന്റീനയുടെ നെഞ്ചിൽ തീ കോരിയിട്ടു. വിശ്വകിരീടം അനായാസം സ്വന്തമാക്കാമെന്ന് കരുതിയിരുന്ന മെസ്സിപ്പട ഒരു 23-കാരന്റെ വേഗതയ്ക്ക് മുന്നിൽ വിറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് പിന്നീട് ലുസൈൽ കണ്ടത്. വിരസമായൊരു മത്സരത്തെ ലോകം കണ്ട ഏറ്റവും ആവേശകരമായ ഫൈനലാക്കി മാറ്റിയത് എംബാപ്പെ ആയിരുന്നു. അധിക സമയത്തേക്ക് നീണ്ട മത്സരത്തിൽ ലയണൽ മെസ്സി തന്റെ 2ാം ഗോൾ നേടി അർജന്റീനയെ വീണ്ടും മുന്നിലെത്തിച്ചു. എന്നാൽ അവിടെയും അർജന്റീൻ സ്വപ്നങ്ങൾക്കും ഇതേ വില്ലനായി എംബാപ്പെ അവതരിച്ചു. 118-ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ഫ്രാൻസിനെ ഒപ്പം എത്തിച്ച് എംബാപ്പെ വീണ്ടും അർജന്റീനയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക്. ഷൂട്ടൌട്ടിലെ ആദ്യ കിക്കെടുക്കാൻ എംബാപ്പയെ തന്നെ ദിദിയർ ദശാംസ് നിയോഗിച്ചു. അവിടെയും എംബാപ്പയ്ക്ക് പിഴച്ചില്ല. ഷൂട്ടൌട്ടിൽ എംബാപ്പയ്ക്ക് മുന്നിൽ മാത്രമേ എമിലിയാനോയ്ക്ക് മുട്ടുകുത്തേണ്ടി വന്നുള്ളൂ. മാന്ത്രിക ബൂട്ടുകളുള്ള ഒരു കളിക്കാരന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്ത് എംബാപ്പയ്ക്ക് പോരാട്ടം അവസാനിപ്പിക്കേണ്ടി വന്നു. ഭാഗ്യപരീക്ഷണത്തിനൊടുവിൽ മിഷിഹായും കൂട്ടരും ലോക ഫുട്ബോളിന്റെ കനക സിംഹാസനമേറി. ഗോൾഡൻ ബൂട്ടുമായി നിരാശനായി മടങ്ങിയ എംബാപ്പെ ഇങ്ങനെ കുറിച്ചു: ഞങ്ങൾ തിരിച്ചു വരും. അതെ, ഒരു ലോകകപ്പ് നേട്ടത്തിലോ നഷ്ടത്തിലോ അവസാനിക്കേണ്ടതല്ല എംബാപ്പയുടെ കഥ. മറ്റൊരു ലോക കിരീടത്തിലേക്ക് പന്തു തട്ടുന്ന പ്രിയപ്പെട്ട എംബാപ്പയ്ക്ക് പിറന്നാൾ ആശംസകൾ.